മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ചുകൊണ്ട് എൽ ഡി എഫിൽ നിന്നും ഇറങ്ങിപ്പോന്ന പി വി അൻവറിന് സ്വപ്നത്തിൽ പോലും കരുതാത്ത പിന്തുണയാണ് ലഭിച്ചത്. ആ പിന്തുണയ്ക്ക് പിറകിൽ എന്താണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വശത്ത് സി പി എം ആയതുകൊണ്ട് തന്നെ മറുവശത്ത് പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും അണിനിരന്നു എന്ന് പറയുന്നതാണ് ശരി. സി പി എമ്മിൽ നിന്നും പുറത്തു പോയതിനു പിന്നാലെ പി വി അൻവർ വിളിച്ചു കൂട്ടിയ യോഗങ്ങളിലൊക്കെ വൻ ജനപങ്കാളിത്തമായിരുന്നു കണ്ടത്. സ്വാഭാവികമായും ഈ ജനപങ്കാളിത്തം കണ്ട് അൻവർ അത് തനിക്കുള്ള പിന്തുണയാണ് എന്ന് വിചാരിച്ചു. അല്ല, അതിലൊരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. കാരണം ആരായാലും അങ്ങനെ കരുതൂ. എന്നാൽ ആ ജനക്കൂട്ടം അൻവറിനുള്ള പിന്തുണ അല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എതിരാളികളായിരുന്നു. കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും എന്തിന് എസ് ഡി പി ഐ മറ്റു സി പി എമ്മിനെതിരെ നിൽക്കുന്ന പ്രാദേശിക പാർട്ടികൾ എന്നിവരുടെ നേതൃത്വത്തിൽ അവരുടെ അനുഭാവികളെല്ലാം കൂട്ടമായി അൻവറിൻ്റെ യോഗത്തിന് വന്നു. അൻവർ ആദ്യത്തെ 2-3 യോഗങ്ങളിൽ വൻ ജനക്കൂട്ടത്തിന് നടുവിൽ പ്രസംഗിച്ചു. ഇനി തനിക്കൊന്നും പേടിക്കാനില്ല എന്ന് അൻവറിന് തോന്നി തുടങ്ങിയതപ്പോഴാണ്. എന്നാൽ എപ്പോഴാണ് അൻവറിന് കാലിടവിയത്? അതായത് താൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു അധികപ്പറ്റാണോ എന്ന് അൻവറിന് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നതോടെയാണ് അൻവർ രാഷ്ട്രീയപരമായി ഒരു തകർച്ചയിലേക്ക് വീണത്. പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായ ഒരു പേരായി പി വി അൻവർ മാറി. കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ നോക്കുകയും 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വാധീന ശക്തിയാകാൻ ശ്രമിക്കുകയും ചെയ്ത പി വി അൻവർ MLA ആ ഉപതെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടുന്നതാണ് കണ്ടത്. അതോടുകൂടിയാണ് ഇനി ഇങ്ങനെ നിന്നാൽ ശരിയാകില്ല എന്ന് അൻവറിന് തോന്നി തുടങ്ങിയത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ച വമ്പൻ തോൽവി ഒരർത്ഥത്തിൽ അൻവറിനെ മാനസികമായി തകർത്തു എന്ന് തന്നെ പറയാം. മറ്റൊന്നും നോക്കാതെ പി വി അൻവർ കൊൽക്കത്തയിലേക്ക് വണ്ടി കയറുകയും തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങളുടെയൊക്കെ ആരംഭത്തിൽ, അതായത് ഇടതുമുന്നണി വിട്ട ശേഷം തമിഴ്നാട്ടിലെ DMK-യുമായി അടുക്കാൻ അൻവർ നീക്കങ്ങൾ നടത്തിയിരുന്നു. അന്ന് മഞ്ചേരിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, അതായത് DMK എന്ന സാമൂഹിക സംഘടനയും പ്രഖ്യാപിച്ചിരുന്നു. വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, സമത്വം എന്നിവ സാക്ഷാത്കരിക്കാനുള്ള സാമൂഹിക മുന്നേറ്റമാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും അൻവർ പറഞ്ഞു. എന്നാൽ പാർട്ടിയിലോ മുന്നണിയിലോ എടുക്കില്ലെന്ന നിലപാടിലായിരുന്നു DMK നേതൃത്വം. കേരളത്തിലെ LDF പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമെന്ന് DMK വക്താവ് TKS ഇളങ്കോവൽ പ്രതികരിച്ചിരുന്നു. അൻവർ ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി ചർച്ച നടത്തിയതിൻ്റെ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. BJPയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന മുന്നണിയെന്ന നിലയിലാണ് DMKയെ കണ്ടതെന്നും പാർട്ടി രൂപീകരിച്ച് മുന്നണിയുമായി സഹകരിക്കാൻ ചർച്ച നടത്തിയെന്നും സഹപ്രവർത്തകൻ ES സുഗുവും വ്യക്തമാക്കി. DMK തങ്ങളെ കൂടെ കൂട്ടില്ല എന്ന സത്യം അറിഞ്ഞതിന് പിന്നാലെ പുള്ളിക്കാരൻ മായാവതിയുടെ BSPയുമായി കൂട്ടുകൂടാൻ നോക്കി. പക്ഷേ അത് നടന്നില്ല. അൻവർ പറഞ്ഞത് BSPക്ക് ശക്തി പോരാ, അതുകൊണ്ട് താൻ പോയില്ല എന്നാണ്. എന്നാൽ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് BSP കേരളത്തിൽ രാഷ്ട്രീയം വളർത്തുന്ന കാര്യം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. തങ്ങളുടെ തട്ടകം ഉത്തരേന്ത്യയാണെന്നും ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ രാഷ്ട്രീയം വളർത്താൻ ഉദ്ദേശമില്ലെന്നും BSP വക്താവ് അൻവറിനോട് പറഞ്ഞു എന്നാണ് സൂചനകൾ. അതിനുശേഷമാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഇടതുപക്ഷവുമായി ഒട്ടും അടുപ്പമില്ലാത്തതിനാൽ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമുണ്ടാകാനും ഇടയില്ല എന്നാണ് അൻവർ കരുതിയത്. അത് ഏകദേശം ശരിയായിരുന്നു. അൻവറിന് തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം കിട്ടുകയും ചെയ്തു. ഇനി നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ, പി വി അൻവർ എത്ര രാഷ്ട്രീയ പാർട്ടികളുമായി പാർട്ടിയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന്. 1 DMK, നടന്നില്ല. 2 BSP, അതും നടന്നില്ല. 3 തൃണമൂൽ, അത് നടന്നു. പക്ഷേ അതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. എന്നാൽ ഇതൊന്നുമല്ലാത്ത മറ്റൊരു കാര്യം കൂടി ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പി വി അൻവർ ആദ്യം പാർട്ടിയിൽ ചേരാനായി ചർച്ച നടത്തിയത് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടാണ്. അൻവർ ഇടതുമുന്നണി വിട്ടതിന് പിന്നാലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി കൂട്ടുകൂടാനുള്ള ശ്രമങ്ങൾ അൻവർ നടത്തുകയും ആ ശ്രമങ്ങൾ 8 നിലയിൽ പൊട്ടുകയുമായിരുന്നു. മുൻപ് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് പി വി അൻവർ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേരാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇടതുമുന്നണി വിട്ടതിന് പിന്നാലെയാണ്. അത് മറ്റാരുമല്ല, UDFുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന RSPയുമായി കൂട്ടുകൂടാനുള്ള ശ്രമങ്ങളാണ് അന്ന് പി വി അൻവർ നടത്തിയത് എന്നാണ് സൂചനകൾ. മുന്നണിയിൽ കലാപമുണ്ടാക്കി LDF വിട്ട അൻവറിനെ ഇനി ഇടതുപക്ഷം 7 അയൽവക്കത്ത് അടുപ്പിക്കില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞതോടെയാണ് UDFിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങൾ പുള്ളിക്കാരൻ ആരംഭിച്ചത്. അന്നും ഇന്നും പി വി അൻവറിന് BJP മുന്നണിയിലേക്ക് പോകുന്നതിനോട് താല്പര്യമില്ല.
കാരണം പി വി അൻവറിൻ്റെ അനുയായികളായി നിലനിൽക്കുന്നവരിൽ അധികവും ഇസ്ലാം മത വിശ്വാസികളാണ്. സ്വാഭാവികമായും ബി ജെ പിയിലേക്ക് അൻവർ പോവുകയാണെങ്കിൽ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ അൻവറിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാണ്. ബി ജെ പിയുമായി കൂട്ടുകൂടുന്ന ഒരു തീരുമാനം അൻവർ കൈക്കൊണ്ടാൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എൽ ഡി എഫിലോ യു ഡി എഫിലോ നിൽക്കുക എന്നുള്ളതായിരുന്നു അൻവർ ലക്ഷ്യമിട്ടത്. എന്നാൽ എൽ ഡി എഫുമായി തെറ്റുകയും ചെയ്തു. പിന്നെ യു ഡി എഫിൽ ചേരുക, അതാണ് ആകെയുള്ള വഴി. കേരളത്തിൽ അത്തരത്തിലൊരു നീക്കുപോക്ക് നടത്തിയാൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ തുടരാം എന്നുള്ളതും അൻവറിൻ്റെ കണക്ക് കൂട്ടിയിരുന്നു. എൽ ഡി എഫിലേക്ക് ഇനി ഒരു മടക്കമില്ല എന്ന് മനസ്സിലാക്കിയ അൻവർ യു ഡി എഫിലേക്ക് ചേക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ആർ എസ് പിയുമായി കൂട്ടുകൂടാൻ ശ്രമിച്ചത്. നേരിട്ട് പോയി ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് അതിൽ ചേർന്ന് അതുവഴി യു ഡി എഫിൻ്റെ ഭാഗമാകുന്നതിനോട് അൻവറിന് സത്യം പറഞ്ഞാൽ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം കൂടിയാൽ മാത്രമേ അത്തരത്തിലൊരു സാധ്യതയുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയൂ എന്ന് അൻവറിന് നന്നായി അറിയാം. ആർ എസ് പിയെ സംബന്ധിച്ച് എൽ ഡി എഫുമായി, പ്രത്യേകിച്ചും സി പി എമ്മുമായി കടുത്ത ശത്രുതയിലാണ് താനും. ഇടക്കാലത്ത് ആർ എസ് പി വീണ്ടും എൽ ഡി എഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പ്രേമചന്ദ്രനെ ഒഴിവാക്കി മറ്റുള്ളവരെ സ്വീകരിക്കുമെന്ന നിലപാടിലാണ് അന്ന് എൽ ഡി എഫ് നിന്നത്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ പ്രേമചന്ദ്രൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ആർ എസ് പി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വഴി അടയുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ എൽ ഡി എഫുമായി കടുത്ത അകൽച്ചയിൽ നിൽക്കുന്ന ആർ എസ് പിയുമായി കൂട്ടുകൂടിയാൽ രണ്ടുണ്ട് കാര്യമെന്ന് പി വി അൻവറിന് നന്നായി അറിയാം. കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല യു ഡി എഫിലായതുകൊണ്ട് സി പി എം വിരോധം അതേപോലെ നിലനിർത്തുകയും ചെയ്യാം. ഇതുതന്നെയായിരുന്നു പി വി അൻവറിൻ്റെ ലക്ഷ്യം. എന്നാൽ അൻവറിനെ കൂടെ കൂട്ടുന്നതിനോട് ആർ എസ് പിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൻവറിൻ്റെ ആവശ്യത്തിനോട് പ്രേമചന്ദ്രൻ നിശബ്ദത പാലിച്ചെങ്കിലും ഷിബു ബേബി ജോണും അസീസും ഉൾപ്പെടെയുള്ളവർ അൻവർ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിനെ എതിർത്തു എന്നാണ് ആർ എസ് പിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും വിവരം ലഭിക്കുന്നത്. കാരണം അന്ന് കോൺഗ്രസുമായി അകൽച്ചയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഈ അൻവർ. വി ഡി സതീശനെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഒരു മുഖ്യ ശത്രുവായി പി വി അൻവറെ കോൺഗ്രസ് കണ്ടിരുന്ന സമയം കൂടിയായിരുന്നു അത്. അന്ന് വി ഡി സതീശനെതിരെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി അൻവറെ വിമർശിക്കാനും യു ഡി എഫ് മുന്നണിക്ക് വേണ്ടി സംസാരിക്കുവാനും ആദ്യം രംഗത്തെത്തിയത് ആർ എസ് പിയിലെ ഷിബു ബേബി ജോൺ ആയിരുന്നു. അന്ന് പി വി അൻവറിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഷിബു ബേബി ജോൺ പ്രതികരിച്ചത് എന്നുള്ളത് കൂടി ഓർക്കണം. പി വി അൻവർ യു ഡി എഫിലേക്ക് വരുന്നതിനോട് ചില കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും ഭൂരിപക്ഷം പേർക്കും ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം അൻവർ എൽ ഡി എഫിലായിരുന്നപ്പോൾ അത്രത്തോളം യു ഡി എഫിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം യു ഡി എഫിലേക്ക് വന്നാൽ എത്ര കാലം യു ഡി എഫിൽ തുടരുമെന്ന് പറയാനും കഴിയാത്ത സാഹചര്യമാണ്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അൻവർ 3-4 നിലപാടുകൾ മാറി മറിഞ്ഞാണ് അന്ന് വീണ്ടും കോൺഗ്രസിൻ്റെ കാല് പിടിച്ച് യു ഡി എഫിൽ കയറാൻ നടന്നത്. പി വി അൻവറിൻ്റെ നിലപാടുകൾ എപ്പോഴും സ്വാർത്ഥത നിറഞ്ഞതാണെന്ന അഭിപ്രായമാണ് പ്രമുഖ യു ഡി എഫ് നേതാക്കൾക്കുള്ളത്. മാത്രമല്ല ഏതെങ്കിലും മുന്നണിയോട് ചേർന്ന് നിന്നാൽ മാത്രമേ അൻവറിന് തൻ്റെ പൂർണ്ണ ശക്തി കാണിക്കുവാൻ കഴിയുകയുള്ളൂ എന്നും യു ഡി എഫിനറിയാം. ഒരു മുന്നണിയിലും പെടാതെ നിന്നാൽ ഉറപ്പായും അൻവർ വലിയ പരാജയം നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും യു ഡി എഫ് വിശ്വസിക്കുന്നത്. അക്കാര്യത്തിൽ സത്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ചേലക്കരയിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയ അൻവർ താൻ എന്താണെന്നും തൻ്റെ ശക്തി എത്രയാണെന്നും കേരളത്തിന് കാണിച്ചു തന്നതുമാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ മുന്നണിയിൽ എടുക്കേണ്ട എന്ന് തന്നെയാണ് ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ അന്നും ഇന്നും തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല യു ഡി എഫിലെ പല ഘടകകക്ഷികളും അൻവറെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിനോട് വിയോജിപ്പുമുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റുകൾ വീതം വയ്ക്കുമ്പോൾ പി വി അൻവറിനെ മറ്റു ഘടകകക്ഷികളുടെ സീറ്റുകൾ എടുത്തായിരിക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ പി വി അൻവറെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നത് തങ്ങൾക്ക് ദോഷമാണെന്ന ചിന്ത യു ഡി എഫിലെ മിക്ക ഘടകകക്ഷികൾക്കും ഉണ്ട്. യു ഡി എഫിലെ ഭൂരിപക്ഷം ഘടകകക്ഷികളും അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനത്തെ എതിർക്കുമ്പോൾ യു ഡി എഫിൽ തുടരുന്ന ആർ എസ് പിക്കും മറിച്ചൊരു തീരുമാനമില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ യു ഡി എഫ് തങ്ങൾക്ക് 5 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും അൻവർ യു ഡി എഫിലെത്തുകയാണെങ്കിൽ തങ്ങളുടെ 1-2 സീറ്റുകൾ അൻവറിന് യു ഡി എഫ് നൽകുമെന്നുള്ള കാര്യം ആർ എസ് പിക്ക് ഉറപ്പുമാണ്. കാരണം കഴിഞ്ഞ 2 തവണയായി യു ഡി എഫ് നൽകിയ 5 സീറ്റുകളിൽ ഒന്നിൽ പോലും ആർ എസ് പി സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യു ഡി എഫ് സീറ്റ് തിരിച്ചെടുത്താൽ പ്രതിരോധിച്ച് നിൽക്കാൻ ആർ എസ് പിക്ക് കഴിയുകയുമില്ല. അതുതന്നെയാണ് അൻവറിനെതിരെ ആർ എസ് പിക്കുള്ള എതിർപ്പ്. ഒരു കാരണവശാലും തനിക്ക് ആർ എസ് പിയിൽ പ്രവേശനം ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെയാണ് അൻവർ മറ്റു വഴികൾ തേടാൻ ആരംഭിച്ചത്. പശ്ചിമ ബംഗാളിൽ ഭരണത്തിലിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസുമായി കൂട്ടുകൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാമെന്ന ചിന്ത അപ്പോഴാണ് ഉടലെടുത്തത്.
അതിന് പ്രകാരം നടത്തിയ ചർച്ചകളിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം അനുകൂല നിലപാട് സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ വീണ്ടും അൻവറിന് പണിപാളി. നിലവിൽ ബി.ജെ.പി കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസാണ്. അങ്ങനെയാണ് ഇരു കൂട്ടരും ഇപ്പോൾ കരുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേർന്ന ശേഷം കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന യു.ഡി.എഫിൽ ചേരാനായി എത്തുന്നത്. പാപി ചെല്ലുന്നിടം പാതാളം എന്നൊരു പഴമൊഴിയുണ്ട് മലയാളത്തിൽ. പി.വി. അൻവറിന്റെ കാര്യം ഓർക്കുമ്പോൾ ചിലർക്കെങ്കിലും ആ പഴഞ്ചൊല്ല് ചിലപ്പോൾ ഓർമ്മയിൽ വരും.